ഹായ് ഓൾ, എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്കാണ്. കേരളത്തിൻ്റെ മധ്യഭാഗമായ തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ ഗ്രാമപഞ്ചായത്തിൽ തൃശ്ശൂർ മൃഗശാലയുടെ സമീപം മണലിപ്പുഴയുടെ കരയിലുള്ള ഒരു കുന്നിൻ്റെ മുകളിലായാണ് കേരള പഴനി എന്നറിയപ്പെടുന്ന ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പഴനി ക്ഷേത്രത്തിലേതുപോലെ ഒരു കുന്നിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലും അവിടെയുള്ള പല ചടങ്ങുകളും നടത്തപ്പെടുന്നുണ്ട്. ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് കയറാൻ ഏകദേശം 150 മുതൽ 200 വരെ പടികളുണ്ട്. ദേവസേനാപതി ഭാവത്തിലുള്ള സുബ്രഹ്മണ്യൻ മുഖ്യ പ്രതിഷ്ഠയായ ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളായി ശിവൻ, പാർവതി, ഗണപതി, അയ്യപ്പൻ, ശ്രീരാമൻ, ഹനുമാൻ, നാഗദൈവങ്ങൾ എന്നിവർക്ക് പ്രതിഷ്ഠകളുണ്ട്. ഇവിടെയുള്ള സുബ്രഹ്മണ്യനെ ആദ്യം പ്രതിഷ്ഠിച്ചത് ചിന്മയാനന്ദ സ്വാമികളാണ്. പിന്നീട് പലപ്പോഴായി പുനഃപ്രതിഷ്ഠ നടന്നിട്ടുമുണ്ട്. കുംഭമാസത്തിലെ പൂയം നാളിൽ നടത്തുന്ന പ്രതിഷ്ഠാദിന മഹോത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം. കൂടാതെ വൃശ്ചിക മാസത്തിൽ നടക്കുന്ന അയ്യപ്പൻ വിളക്ക്, ചിങ്ങമാസത്തിലെ വിനായക ചതുർത്ഥി, കുംഭമാസത്തിലെ തന്നെ ശിവരാത്രി, കന്നിമാസത്തിലെ ആയില്യപൂജ തുടങ്ങിയവയും പ്രധാനമാണ്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന പ്രധാന ഐതിഹ്യം പാർവതി ദേവി തൻ്റെ പുത്രനായ സുബ്രഹ്മണ്യനെ കാണാൻ ഇവിടെ എത്തി ഷഷ്ഠിവ്രതം അനുഷ്ഠിച്ചു എന്നാണ്. അതിനാൽ തന്നെ ഷഷ്ഠിവ്രതത്തിന് ഈ ക്ഷേത്രത്തിൽ പ്രത്യേക പ്രാധാന്യമുണ്ട്. ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും തന്നെ അന്നദാനവും നൽകപ്പെടുന്നു. മുണ്ടനം അഥവാ മുട്ടയടി അതിൽ പ്രധാനമാണ്. കേരളത്തിൽ മുണ്ടനം വഴിപാടായി നടത്തുന്ന ഏക ക്ഷേത്രം എന്ന നിലയിൽ പ്രസിദ്ധമാണ്. പ്രകൃതി രമണീയമായ കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ആത്മീയതയും ശാന്തതയും ഒരുമിക്കുന്ന ഒരു പ്രത്യേക സ്ഥാനമാണ്. ഈ കേരള പഴനി ഭക്തരുടെ മനസ്സിൽ പ്രത്യേക സ്ഥാനം നേടുന്നു.